മാവേലി എക്സ്പ്രസിന് നേരെ കല്ലേറ്. മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മാവേലി എക്സ്പ്രസിന്റെ ജനൽ ഗ്ലാസുകൾ കല്ലേറിൽ തകർന്നു. മംഗലാപുരത്ത് വെച്ചാണ് ഗ്ലാസ് തകർന്നത് കണ്ടത്. തലശ്ശേരിക്കും കണ്ണൂരിനുമിടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത് എന്നാണ് നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി മനോജ് മെയിൽ ചേർന്നു. മനോജ്, വിശദാംശങ്ങൾ. നീലാഞ്ചന ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറ് പതിവാവുകയാണ്. അതോടൊപ്പം തന്നെ അത് വലിയ ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മാവേലി എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായത്. ട്രെയിനിന്റെ ഏറ്റവും പിറകിലെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ഗ്ലാസും AC കോച്ചിന്റെ ഗ്ലാസുമാണ് ഈ കല്ലേറിൽ തകർന്നിട്ടുള്ളത്. ഈ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. AC കോച്ചിന്റെ ഗ്ലാസിന് ചെറിയ പൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. ട്രെയിൻ മംഗലാപുരത്ത് എത്തിയ ശേഷമാണ് ഇന്ന് ഈ ബോഗി പരിശോധന നടന്നത്. അപ്പോഴാണ് അധികൃതർ ഈ കല്ലേറ് ഉണ്ടായി എന്ന കാര്യം അറിയുന്നത്. ഈ ഗ്ലാസ് തകർന്നതൊക്കെ അപ്പോഴാണ് കണ്ടത്. തുടർന്ന് ആ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരിയുമായി RPF സംസാരിച്ചു. പുലർച്ചെയാണ് ഈ ശബ്ദം കേട്ടത് എന്നാണ് യാത്രക്കാരി മൊഴി നൽകിയിട്ടുള്ളത്. ആ പറഞ്ഞ സമയം ട്രെയിൻ തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയിലുള്ളതാണ് എന്നും RPF മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഇവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ RPF പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം, അതായത് 8-ാം തീയതി വന്ദേ ഭാരതിന് നേരെയും സമാനമായ രീതിയിൽ കല്ലേറുണ്ടായിരുന്നു. വന്ദേ ഭാരതിന്റെ ഗ്ലാസ് തകരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ണൂർ സൗത്തിന് സമീപത്ത് വെച്ചാണ് അന്ന് കല്ലേറുണ്ടായിരുന്നത്. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മാവേലി എക്സ്പ്രസിനും കല്ലേറ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടിക്കടി ഇങ്ങനെ ട്രെയിനിന് കല്ലേറുണ്ടാകുന്നത് എന്താണ് എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ RPF നടത്തുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും ഇത് എന്താണ് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും സംഘടിതമായി ഉള്ള ഒരു നീക്കമാണോ ഇത് എന്ന ഒരു സംശയമാണ് ഇപ്പോൾ അധികൃതർക്കുള്ളത്. വലിയ രീതിയിൽ ഇങ്ങനെ ഗ്ലാസ് തകരാൻ മാത്രമുള്ള വലിയ ഒരു കല്ലേറാണ് ഉണ്ടായത്. യാത്രക്കാർ ആ സമയത്ത് അവിടെ ആ കമ്പാർട്ട്മെന്റിൽ യാത്രക്കാർ കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് യാത്രക്കാർ ഇല്ലാത്തത് കൊണ്ടോ ആകാം പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് കരുതുന്നത്. എന്തായാലും സംഘടിതമായി ഇത്തരത്തിലുള്ള ഒരു കല്ലേർ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷിച്ചു വരുന്നത്. വലിയ ഭീതി ഉണ്ടാകുന്നു. അതായത് യാത്ര സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടാകുന്നത്. തുടർച്ചയായി ഇത്തരത്തിലുള്ള കല്ലേറ് ഉണ്ടായ സാഹചര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം ഇതേക്കുറിച്ച് വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ RPF-ഉം പോലീസും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. നീലാഞ്ജന.